ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അപ്പൊ മക്കളെ, നമുക്ക് ഇനി ഒട്ടും സമയം കളയാനില്ല അല്ലെ. നമ്മുടെ എക്സാം ഇതാ ഇങ്ങ് എത്തിപ്പോയി. അപ്പൊ നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്ന ചില ചോദ്യങ്ങളുമായിട്ടാണ് ഇന്ന് മിസ് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, എക്സാം എഴുതുന്നതിന് പോകുന്നതിന് മുമ്പ് ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് പഠിക്കുക. അങ്ങനെ അടിപൊളിയായിട്ട് ഇത്തവണത്തെ നിങ്ങൾ LSS നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. വിച്ച് ഓഫ് ദി ഫോളോവിംഗ് ആർ കറക്റ്റ് പെയർസ്. അപ്പൊ ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് ലെൻസിനെ പറ്റിയും മിറേഴ്സിനെ പറ്റിയും പറയുന്ന ഒരു ചോദ്യമാണ്. അതായത് കോൺകേവ് ലെൻസ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ ആവർത്തന പ്രതിപതനം. കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത് ലെൻസ് വിത്ത് തിക് സെന്റർ പോർഷൻ ആൻഡ് തിൻ എഡ്ജ്, അതായത് മധ്യത്തിൽ കനം കൂടിയതും വക്കുകൾ കനം കുറഞ്ഞിട്ടുള്ളതും. കോൺവെക്സ് മിറർ എന്ന് പറയുന്നത് യൂസ്ഡ് ഇൻ വെഹിക്കിൾ, വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നു. കോൺകേവ് മിറർ എന്ന് പറയുന്നത് നമ്മൾ ഫോം എൻലാർജ് ഇമേജ്, അതായത് വലിയ പ്രതിബിംബം ഉണ്ടാക്കുന്നു. അപ്പൊ ഇതിനകത്ത് ശരിയായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ തവണ, അതായത് നിങ്ങൾ ഇത്തവണ 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസിന്റെ ചാപ്റ്റേഴ്സ് പഠിച്ചപ്പോൾ നിങ്ങൾ ഈ പറയുന്ന മിററിനെ പറ്റിയും ലെൻസിനെ പറ്റിയും ഒന്നും പഠിച്ചിട്ടില്ല. പക്ഷെ കഴിഞ്ഞ കൊല്ലം നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ലെൻസിനെ പറ്റിയും മിറേഴ്സിനെ പറ്റിയും പഠിച്ചിട്ടുണ്ട്. നമുക്കറിയാം 3 തരത്തിലുള്ള മിററായിരുന്നു നമ്മൾ പഠിക്കുന്നത്. ഒന്ന് പ്ലെയിൻ മിറർ, 2 കോൺകേവ് മിറർ, 3 കോൺവെക്സ് മിറർ. ഇതിലെ പ്ലെയിൻ മിറർ നമ്മൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടല്ലേ, എങ്ങനെയാണ് പ്ലെയിൻ മിററിൽ ഫോം ചെയ്യുന്ന ഇമേജിന്റെ പ്രത്യേകതകൾ നമുക്കറിയാം. ഇനി നമ്മൾ പറയേണ്ടത് കോൺകേവ് മിററും കോൺവെക്സ് മിററും. അത് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്യണം. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് മിസ് ഇപ്പം പറഞ്ഞു തരാം. എനിവേ, ഈ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങളിൽ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഏതൊക്കെയെന്നാണ് നമ്മൾ ആദ്യം അറിയേണ്ടത്. ഏതൊക്കെയാണ് മക്കളെ ഓപ്ഷൻസ് കറക്റ്റ് ആയിട്ടുള്ളത്? നമ്മുടെ 2ാമത്തെ ഓപ്ഷനും 3ാമത്തെ ഓപ്ഷനും 4ാമത്തെ ഓപ്ഷനും എന്താണ് ഇവിടെ കറക്റ്റ് ആണ്. നോട്ട് ചെയ്യാട്ടോ. ഏതൊക്കെയാണ്? 2ാമത്തെ ഓപ്ഷനും 3ാമത്തെ ഓപ്ഷനും 4ാമത്തെ ഓപ്ഷനും. അതായത് കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത് മധ്യത്തിൽ കനം കൂടിയതും വക്കുകൾ കനം കുറഞ്ഞതുമാണ്. കോൺവെക്സ് ദർപ്പണം അല്ലെങ്കിൽ കോൺവെക്സ് മിറർ എന്ന് പറയുന്നത് നമ്മൾ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നവ തന്നെയാണ്. ഇനി കോൺകേവ് മിറർ എന്ന് പറയുന്നത് വലിയ പ്രതിബിംബം ഉണ്ടാക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഏറ്റവും ആദ്യം ഈ പറയുന്ന ലെൻസുകളെ പറ്റിയും മിററുകളെ പറ്റിയും കുറച്ച് പോയിന്റുകൾ നമുക്ക് അറിയണം. ഇവിടെ നിങ്ങൾക്ക് 2 ലെൻസുകളാണ് കാണാനായിട്ട് പറ്റുന്നത്. ഈ ഫസ്റ്റ് കാണുന്ന ലെൻസാണ് നമ്മുടെ കോൺവെക്സ് ലെൻസ്, സെക്കൻഡ് കാണുന്നതാണ് കോൺകേവ് ലെൻസ്. ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്താൽ അറിയാം, ഇവിടെ നമ്മുടെ കോൺവെക്സ് ലെൻസിന്റെ ആ ഒരു സെന്റർ പോർഷൻ എന്ന് പറയുന്നത് എന്താണ്? കട്ടി കൂടിയതാണ്. അതേപോലെ അതിന്റെ എൻഡ് പോർഷൻ എന്ന് പറയുന്നത് എന്താണ്? കട്ടി കുറഞ്ഞതാണ്. ഇനി കോൺകേവ് ലെൻസിന്റെ കേസ് ആണെങ്കിൽ അതിന്റെ സെന്റർ പോർഷൻ എന്ന് പറയുന്നത് കട്ടി കുറവും, പക്ഷെ അതിന്റെ എൻഡ് പോർഷൻ എന്ന് പറയുന്നത് അതിന് കട്ടി കൂടുതലുമാണ്. ഓക്കെ, ഇനി നമുക്ക് മിറർ അറിയണം. മിറർ എന്ന് പറയുന്നത് 2 തരത്തിലാണ്. ഒന്ന് കോൺകേവ് മിററും അതുപോലെ തന്നെ അടുത്തത് കോൺവെക്സ് മിററും. ഈ കോൺകേവ് മിററിന്റെ പ്രത്യേകതകൾ നിങ്ങൾ നോട്ട് ചെയ്യുക. 4 പ്രത്യേകതകളാണ് മെയിൻ ആയിട്ടുള്ളത്. അതിന് റിയൽ ആയിട്ടുള്ള ഇമേജും അതുപോലെ തന്നെ വിർച്വൽ ആയിട്ടുള്ള ഇമേജും ഫോം ചെയ്യാൻ പറ്റും. അതായത് വിർച്വൽ ഇമേജ് ഫോം ചെയ്യാൻ പറ്റും, അതുപോലെ റിയൽ ഇമേജ് എന്ന് പറയുന്ന യഥാർത്ഥമായത്, വിർച്വൽ ഇമേജ് എന്ന് പറയുന്നത് മിഥ്യ ആയിട്ടുള്ള പ്രതിബിംബങ്ങൾ. ഇനി അതുപോലെ തന്നെ അവ ചില സമയം സ്മോൾ ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്, പക്ഷെ ചില സമയം വലിയ ഇമേജസും ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഏതിന്? നമ്മുടെ കോൺകേവ് മിററിന്. അതേസമയം കോൺവെക്സ് മിറർ നോക്കുവാണെങ്കിൽ കോൺവെക്സ് മിറർ എന്ന് പറയുന്നത് എപ്പോഴും വിർച്വൽ ഇമേജ് ആണ് ഫോം ചെയ്യുന്നത്. അതുപോലെ തന്നെ അതെപ്പോഴും ഇറക്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, ഇറക്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി നിങ്ങൾ ഇവിടെ നോട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിപ്പോ മിററിനെ പറ്റിയാണ് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ലെൻസുകളെ പറ്റി നോക്കണം. ഈ ലെൻസ് എന്ന് പറയുന്നതും 2 തരത്തിലുണ്ട്. ഒന്ന് കോൺവെക്സ് ലെൻസും അതുപോലെ കോൺകേവ് ലെൻസും. ഇതിൽ കോൺവെക്സ് ലെൻസിന്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമ്മുടെ കോൺകേവ് മിററിന്റെ പ്രോപ്പർട്ടിനോട് ഏകദേശം സിമിലർ ആയിരിക്കും. അതുപോലെ കോൺകേവ് ലെൻസ് എന്ന് പറയുന്നത് നമ്മുടെ കോൺവെക്സ് മിററിന്റെ പ്രോപ്പർട്ടിനോട് ഏകദേശം സിമിലർ ആയിരിക്കും. ആ ഒരു കണക്ഷൻ നിങ്ങൾ നോട്ട് ചെയ്താൽ മതി കേട്ടോ. എങ്ങാനും നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യണം, ഉത്തരം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതിനുവേണ്ടിയാണ് ഒരു ലാസ്റ്റ് മിനിറ്റ് ടച്ചപ്പ് എന്ന രീതിയിൽ മിസ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ അല്ലേ? യെസ്. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വിച്ച് ലെറ്റർ ഓഫ് ഇംഗ്ലീഷ് ആൽഫബറ്റ് വിൽ നോട്ട് ഷോ ലാറ്ററൽ ഇൻവേർഷൻ. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഏത് അക്ഷരങ്ങളാണ് പാർശ്വിക വിപര്യം കാണിക്കാത്തത്? ഏതാണ് കാണിക്കാത്തത്? ഉത്തരം നമുക്കറിയാം, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. അതായത് IOU. ഈ 3 ലെറ്റേഴ്സ് നിങ്ങൾ ഒരു കാർഡ്ബോർഡിൽ എഴുതിയിട്ട് അല്ലെങ്കിൽ ഒരു ചാർട്ട് പേപ്പറിൽ എഴുതിയിട്ട് നിങ്ങൾ അതിന്റെ മിററിന് മുന്നിൽ കൊണ്ടു ചെന്നാൽ നിങ്ങൾക്ക് ആ മിററിൽ കിട്ടുന്ന പ്രതിബിംബം എന്ന് പറയുന്നത് എക്സാക്ട് എന്തായിരിക്കും, നമ്മുടെ ആ ഒരു കാർഡ്ബോർഡിൽ എഴുതിയതിന്റെ എക്സാക്ട് കോപ്പീസ് ആയിരിക്കും. പക്ഷെ നോർമലി നിങ്ങൾ ചുമ്മാ ഒരു പ്ലെയിൻ മിററിന് മുന്നിൽ വന്ന് നിൽക്കുവാണെങ്കിൽ
നിങ്ങൾക്ക് അവിടെ എന്ത് കാണാനായിട്ട് പറ്റും? ആ ഒരു സൈഡ്, അതായത് ഷിഫ്റ്റ് ഓഫ് ലാറ്ററൽ സൈഡ് നമുക്ക് അവിടെ ഫീൽ ചെയ്യും. അതായത് നമ്മുടെ ഇടതുഭാഗം വലതുഭാഗമായും വലതുഭാഗം ഇടതുഭാഗമായും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യും. ഇങ്ങനെയുള്ള ഈ ഒരു ഷിഫ്റ്റിനെയാണ് നമ്മൾ ലാറ്ററൽ ഇൻവേർഷൻ എന്ന് പറയുന്നത്. പക്ഷെ IOU എന്നീ ലെറ്റേഴ്സിന് എന്ത് സംഭവിക്കില്ല? ലാറ്ററൽ ഇൻവേർഷൻ നടക്കത്തില്ല. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ദ ടൈം ഈസ് ടു ടേക്ക് ടു ഗെറ്റ് ഫ്രം വൺ ഫുൾ മൂൺ ടു നെക്സ്റ്റ്. ഒരു പൗർണമിയിൽ നിന്നും അടുത്ത പൗർണമിയിലേക്ക് എത്താൻ എടുക്കുന്ന സമയം എത്രയാണ്? എത്ര സമയമാണ്? 30 days ആണ് കേട്ടോ. 30 ദിവസമാണ് എന്ന് മക്കൾ നോട്ട് ചെയ്യുക. ഇനി അടുത്തൊരു ചോദ്യമുണ്ട്. The phenomena splitting up of white light into component color is called. പ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസത്തെ എന്താണ് വിളിക്കുന്നത്? റിഫ്രാക്ഷൻ, ലാറ്ററൽ ഇൻവേർഷൻ, ഡിസ്പേർഷൻ, അതുപോലെ റിഫ്ലക്ഷൻ. ഏതാണ് മക്കളെ കറക്റ്റ് ആയിട്ടുള്ളത്? ഡിസ്പേർഷൻ ആണ് കേട്ടോ. ഏതാണ്? ഡിസ്പേർഷൻ. അപ്പൊ എന്താണ് ഡിസ്പേർഷൻ എന്ന് അറിയാവോ? നമുക്കറിയാം സൺലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് വൈറ്റ് കളറാണ്, അതായത് ധവള പ്രകാശമാണെന്ന് പറയുന്നത്. പക്ഷെ ഇതേ സൺലൈറ്റിനെ നമ്മളൊരു പ്രിസത്തിലൂടെ കടത്തി വിട്ടാൽ 7 ഡിഫറെന്റ് കളേഴ്സ് ആയിട്ട് അത് സ്പ്ലിറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആ ഒരു പ്രോസസ്സിനെ അല്ലെങ്കിൽ ആ ഒരു ലൈറ്റിന്റെ പ്രതിഭാസത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. പ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസമാണ് നമ്മുടെ സ്വന്തം ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് Which of the following statement is about the concept of virtual image? താഴെ പറയുന്നവയിൽ മിഥ്യാപ്രതിബിംബം എന്ന ധാരണയോട് യോജിക്കുന്നത് എന്താണ്? മിഥ്യാപ്രതിബിംബം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുക, ആ മിഥ്യാപ്രതിബിംബം അല്ലെങ്കിൽ വിർച്വൽ ഇമേജ് നമുക്ക് ദർപ്പണത്തിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും, പക്ഷെ അവയെ നമുക്ക് സ്ക്രീനിൽ പതിപ്പിക്കാനായിട്ട് പറ്റില്ല. അതേസമയം റിയൽ ഇമേജിന്റെ പ്രത്യേകതയാണ് അതിനെ നമുക്ക് സ്ക്രീനിൽ പതിപ്പിക്കാനായിട്ട് പറ്റും. അപ്പൊ ഈ താഴെ കൊടുത്തിരിക്കുന്ന 4 ഓപ്ഷൻ നോക്കിയാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് പറയാൻ പറ്റും ഏതാണ് ഇവിടെ നമ്മുടെ മിഥ്യാപ്രതിബിംബവുമായിട്ട് കണക്ട് ആയിട്ട് പറയാൻ പറ്റുന്നത്. സി ആണ്. അതായത് ദ ഇമേജ് വിച്ച് ഈസ് ഫോംഡ് ഇൻസൈഡ് ദ മിറർ ബട്ട് കനോട്ട് ബി കോട്ട് ഓൺ സ്ക്രീൻ. ദർപ്പണത്തിൽ കാണാൻ പറ്റും, പക്ഷെ സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയാൻ പറ്റില്ല. അങ്ങനെയുള്ളതാണ് നമ്മുടെ മിഥ്യാപ്രതിബിംബം അല്ലെങ്കിൽ വിർച്വൽ ഇമേജ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോട്ട് ചെയ്തത്. നിങ്ങൾ എല്ലാവരും പഠിക്കുക. ഈ ക്ലാസ് മാത്രമല്ല, നമ്മുടെ ചാനലിൽ വരുന്ന ബാക്കി എല്ലാ ക്ലാസ്സുകളും നിങ്ങൾ നോക്കുക. ഇന്നും നാളെയുമായിട്ട് വരുന്ന എല്ലാ കുഞ്ഞു കുഞ്ഞു ക്ലാസ്സുകളും കുഞ്ഞു കുഞ്ഞു ഷോർട്സുകളും ഒക്കെ നിങ്ങൾ കാണുക. മാക്സിമം നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊന്ന് റീകോൾ ചെയ്ത് വെക്കുക. അടിപൊളിയായിട്ട് പോയി എക്സാം എഴുതുക കേട്ടോ. അപ്പൊ ഇത്തവണ നിങ്ങൾക്ക് USS നേടിയിരിക്കും. അപ്പൊ ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ ബൈ.